എടാ പൈസ വേണമെങ്കിൽ അച്ഛമ്മേന്റെ ഇളമാരിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാ പോയി എടുത്താ പോരെ. ഇനി ചെന്ന് അത് മോഷ്ടിക്കാം. നീ മോഷ്ടിക്കാ? എടി അതിന് എന്റെ പ്ലാൻ ഉണ്ട്, നമുക്ക് സെറ്റാക്കാം. എടാ പോടാ ഇറക്കാ എന്റെ കുറെ പ്ലാന്. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ചെയ്തോളാം എന്തെങ്കിലും വെച്ചാല്. എന്ത് കൂടത്തോട്ടൊക്കെ ചെയ്യാൻ പോവാ? ഇവിടെ അതൊക്കെ പഠിച്ചാ? എടാ അവളുടെ പൈസ നൈസായിട്ട് അടിച്ചു മാറ്റാൻ നോക്കിയതല്ലേ നീ, നടന്നില്ലല്ലേ? അടിച്ചു മാറ്റാൻ നോക്കിയതൊന്നുമല്ലോ. ചേച്ചിക്ക് ആരെങ്കിലും പണിയണ പൈസ അതൊക്കെ ഈ സഞ്ജു ചെയ്തേ. പണിയണം. ആര്? അവക്കട്ടാ നിനക്കിട്ട്. എനിക്കിട്ട് എന്ത് പണിയാ? ഞാൻ അത് കാണിച്ച്. എനിക്ക് എന്തിനാ പണ്ടേ കണ്ണെടുത്താ കണ്ടൂടാ. എനിക്കിട്ട് പണിഞ്ഞ ആരുവേ ഇരുന്നുണ്ടിട്ടില്ല, എല്ലാം അങ്ങ് പോയിട്ടേ ഉള്ളു കേട്ടാ. പൊണ്ടറങ്ങി പോയിട്ടേ ഉള്ളു. എന്തുവാടാ അത്? എന്തോ ആർക്ക് കൂടത്ര പണിയെന്ന കാര്യം ആലോചിച്ച്? ചേച്ചിക്ക് എനിക്കിട്ട് പണിയണമെന്ന് സഹായിക്കാൻ വന്ന അങ്ങനെ തന്നെ എല്ലാ വീട്ടിലും ഇവനിട്ട് എന്നെ പണിയണം. ഇതൊന്നും ഞാൻ നിന്നെ സഹായിക്കാൻ വന്നല്ലോടി. നീ സഹായിക്കാൻ വരും, നീ പൈസ കട്ടെടുത്തോണ്ടായിരിക്കും സഹായിക്കുന്നത്. ഈ ലോകത്തെ ഒന്നും ഫ്രീ അല്ല. ആ പാഠം മോളിപ്പോ അങ്ങ് പഠിച്ചോ. കണ്ട 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 തനി സ്വഭാവം മനസ്സിലായോ നിനക്ക്? എന്തുവാടാ ഇത്? നീ എന്റെ ഞാങ്ങളായിരുന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല കൃഷ്ണ. സഹായിക്കാൻ വന്നിട്ട് ഇപ്പൊ രണ്ടും കൂടെ എന്റെ പിള്ളേക്ക് വന്നു. ഇതാണോ സഹായം? പൈസ ചോദിച്ചിട്ട് ചേച്ചി കടന്ന് ചൊറിയല്ലേ എന്റെ പൊന്നെ ആട്ടുകാരമ്മച്ചി. ഈ ചേച്ചിയുടെ യൂട്യൂബേഴ്സ് മൊത്തം ഇറങ്ങി പോണേ വ്യൂസ് ഒക്കെ ഓരോ ദിവസം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞു. അച്ഛമ്മേലും വലുത്താണല്ലോ നീ. അയ്യോ അച്ഛമ്മയുടെ തറവാടത്തും കിട്ടേക്കുന്ന എനിക്കാന്ന് എല്ലാരും പറയാം. അതെ അതെ അച്ഛമ്മയുടെ തറവാടിത്തപ്പന്നെ പറഞ്ഞില്ലേ അത് തന്നെ. ഞാൻ തയ്ച്ചോ. ഇനി നിന്നെ പറ്റി ഓരോന്ന് പറയും. അപ്പൊ നീ ഇങ്ങനെ എന്റെ അടുത്ത് വരും. സഞ്ജു ഒന്ന് ഹെൽപ്പ് ചെയ്യണോ? അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അടുത്ത നീയാ. അടുത്ത നീയാ. നീ യൂട്യൂബിലൊക്കെ ഇടുന്നില്ലേ? അതിനെപ്പറ്റി ഇപ്പൊ അടുത്ത കഥ വരുന്നുള്ളൂ. അവരെന്താടാ ഗീതാന്റെ അതൊക്കെ നീ കണ്ടോ? നീ കരയും. ഇവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഭയങ്കര സുഖമാണെന്ന് തോന്നുന്നു. ഒരു മനസുഖം. ഇനി ആ ഫോൺ കണ്ടാ നീ പേടിക്കുന്ന കാലം വരാൻ പോകുന്നേ ഉള്ളൂ ചേച്ചി. എഴുതി വെച്ചു. ഞാൻ പറയുന്നൊന്ന് പാടായിട്ട് പോകില്ല. നീ അച്ഛമ്മയുടെ ശക്തി വെക്കണം. ഇവനാണോ കൂടോത്രം? വട്ട് എന്ത്, വട്ട് എന്ത്, വയറ് എവിടെ, വയറ് എവിടെ, വയറ് എവിടെ, ചെവി ഇവിടെ, ചെവി ഇവിടെ. ചെവി ഇവിടെ എഴുതിയിട്ടില്ലല്ലോടി. അത് എഴുതിട്ടില്ലല്ലോ, അതിനെ തൊണ്ടയിലല്ലേ എഴുതുള്ളൂ. നിന്റെ തള പറഞ്ഞു വിട്ടായിരിക്കും എന്നെ തെറ്റിക്കാനട്ടല്ലേ? തെറ്റിക്കാനല്ല അച്ഛമ്മ, ഇതിനകത്ത് വട്ട് വയർന്നല്ല, വാട്ട് വെയർ, വാട്ട് വെയർ അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെയാണോ? പിന്നല്ലാണ്ട്. അപ്പൊ എന്റെ കൂടെ പഠിക്കുന്ന പിള്ളേരെല്ലാം വട്ട് എവിടെ, വയറ് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന. അപ്പൊ എനിക്ക് സ്കൂളിൽ ചെന്നിട്ട് ഇനി ടീച്ചറിന്റെ മുമ്പിൽ നീ പറഞ്ഞെന്തുവാ വേർ, വാട്ട് വെയർ, വാട്ട് വേർന്ന് പറഞ്ഞ് എനിക്ക് നല്ല ആളാവാലോ. അച്ഛമ്മ സ്റ്റാർ ആവും. പക്ഷെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല അച്ഛമ്മ. അച്ഛമ്മ വലിയ സ്റ്റാർ ആവുന്നൊക്കെ. അല്ലേലും ശരിയാ, അവക്ക് ഭയങ്കര കുശുമ്പ എന്നോട്. അതന്നെ. അല്ലെങ്കിൽ അച്ഛമ്മ പഠിച്ച് വലിയ ആളാകുന്നതിൽ ഇങ്ങനെ തടസ്സം നിൽക്കാൻ പാടുണ്ടോ? അമ്മക്ക് മോശമല്ലേ? ആ വിചാരമൊന്നും നിന്റെ അമ്മയ്ക്കില്ല. ഇല്ലെന്നേ. അച്ഛമ്മക്ക് അറിയോ, അമ്മയുണ്ടല്ലോ ഇവിടെ ഒരു സാധനം വെച്ചിട്ടില്ല. എന്തോ എനിക്ക് കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലെന്നോ? ഇല്ലെന്ന്. അതെന്താടി? അച്ഛമ്മ നേരത്തെ പോകാണ്ടിരിക്കുന്ന, അവിടെ ചെന്ന് വല്ല എണ്ണണ്ടേ. കുറച്ച് ലേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അച്ഛമ്മ പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് സമയത്തിന്. കണ്ടോ അവളുടെ കുശുമ്പ് നോക്കിക്കേ. അവളെ ഞാൻ ശരിയാക്കും. അത് മാത്രല്ലെന്നേ, ഈ രാവിലെ വല്ലവർക്കും അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിട്ട് വല്ല ആവശ്യമുണ്ടോ? അവൾ തന്നെ എല്ലാവർക്കും അപേക്ഷ കൊടുക്കാൻ അക്ഷയ സെന്റർ പോലും ആണോ? ആണോ? അതാ ഞാൻ ചോദിക്കുന്നതാണോന്ന്. അല്ല. പിന്നെ അവളെ കാണിച്ചു കൊടുക്കും ഞാൻ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ എത്ര പ്രാവശ്യം അമ്മയടുത്ത് പറഞ്ഞിട്ടറിയാം അച്ഛമ്മക്ക് ക്ലാസ്സിൽ പോണോന്നൊക്കെ. അമ്മ മൈൻഡേ ഇല്ല. അമ്മ എന്താ പറഞ്ഞെന്നറിയാവോ? എന്നാ മക്കളെ പറഞ്ഞത്? അതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോന്ന്. ആണോ? അവൾ അങ്ങനെ പറഞ്ഞോ? ആന്നേ. അത് മാത്രല്ല, ചുമ്മാ നേരം വൈപ്പിക്കാൻ വേണ്ടിട്ട് ആരടുത്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം. എനിക്ക് നേരത്തെ സ്കൂളിൽ പോണോന്ന് ഞാൻ അവളോട് പറഞ്ഞതാ, എന്നിട്ട് ഇത്ര വൈകിച്ചു. ആന്നേ. ശരി കൊടുക്കാം കേട്ടോ. എന്നാ ഞാനാണിത് പറഞ്ഞെന്ന് പറയരുത്. അവളോടോ? ഞാൻ പറയൂ അത്? നീ എന്റെ അടുക്ക വന്നെന്ന് പറയാമല്ലോ. വേണ്ട. അതും പറയുന്നില്ല. ഇന്ന് നിന്റെ തള്ളേനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. കാണിച്ചു കൊടുക്കാം. ഗീതാന്റി എന്നെ കളിയാക്കിയപ്പോ ചിരിച്ചതല്ലേ? കാണിച്ചാലോ.